വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിൽ ഒന്നാണ് സൗഹൃദം. ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള വൈകാരികതയുള്ള നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ബന്ധങ്ങളാണ് ആഴമുള്ള ഓരോ സൗഹൃദവും. നമുക്കെല്ലാവർക്കും ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. ചിലർ അടുത്ത സുഹൃത്തുക്കളാകും. മോശം സുഹൃത്തുക്കൾ കാരണം വിഷമം അനുഭവിക്കേണ്ടി വരുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ചില സുഹൃത്തുക്കളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഒന്നാമതായി പറയുന്നത് കൂടെ നടന്നു പണി തരുന്നവരെ കുറിച്ചാണ്. കൂടെ നിന്ന് പണി തരുന്ന സുഹൃത്തുക്കളും ഉണ്ട്. ഇത്തരം സുഹൃത്തുക്കളെ തിരിച്ചറിയാനും വഴികളേറെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും, അല്ലാത്തവർ കൂടെ ഉണ്ടാകില്ല. നിങ്ങളുടെ വിജയത്തെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ അവർക്കത് രസിക്കില്ല. അവർ വിഷയം മാറ്റാൻ ശ്രമിച്ചെന്നു വരും. അത്തരക്കാർക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ വേദനിക്കുന്നവരുമായിരിക്കും. അവരുടെ ആവശ്യം നിറവേറാനായി നിങ്ങളോട് കപട സ്നേഹം കാണിക്കുകയും അവർക്കത് നിങ്ങളിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കവരുടെ തനിനിറം ഒരു ദിവസം കാണാൻ കഴിയുകയും ചെയ്യും. ഇതിൽ രണ്ടാമതായി പറയുന്നത് നിങ്ങളോട് മത്സര മനോഭാവം കാണിക്കുന്നവരെ കുറിച്ചാണ്. നിങ്ങളോട് മത്സര മനോഭാവമുള്ള സുഹൃത്തുക്കളെ വിശ്വസിക്കരുത്. അവരെ കൂടെ കൂട്ടുകയും ചെയ്യരുത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ ഇത്തരക്കാർ അവരുടെ കപട ബുദ്ധി പ്രയോഗിക്കുകയും അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവർ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇവരെ ദൂരെ നിർത്തണമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ മൂന്നാമതായി പറയുന്നത് നിങ്ങളോട് അമിത സ്നേഹം കാണിക്കുന്നവരെ കുറിച്ചാണ്. നിങ്ങളോട് അമിത സ്നേഹം കാണിക്കുന്ന സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം. ഇവർ നിങ്ങൾ ഇല്ലാത്ത സമയം നോക്കി നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരായിരിക്കും. ഇത്തരക്കാരെ കൂടെ കൂട്ടിയാൽ നിങ്ങളുടെ വിജയത്തിനും ലക്ഷ്യത്തിനും അത് തടസ്സമാകും. ആരെയും നമുക്ക് പൂർണ്ണമായും ഒഴിച്ചു നിർത്താൻ സാധിക്കില്ലെങ്കിലും നിങ്ങളുടെ ജീവിത രഹസ്യങ്ങളൊന്നും ഇത്തരക്കാരോട് പറയാതിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം ഇവരിൽ നിന്നും മറച്ചു വയ്ക്കുക. മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ പറയുന്നതിൽ തെറ്റില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇതിൽ നാലാമതായി പറയുന്നത് മുഖത്ത് നോക്കി നുണ പറയുന്നവരെ കുറിച്ചാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കി നുണ പറയുന്ന സുഹൃത്തുക്കളെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇവർ നിങ്ങൾക്കെതിരെ മറ്റുള്ളവരോട് നുണ പറയുകയും നിങ്ങളിൽ നിന്നും അവരെ അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളോട് അടുപ്പം കാണിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളോട് അവർക്ക് വൈരാഗ്യ ബുദ്ധിയായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെയുള്ളവരിൽ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യ വചനങ്ങൾ എപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് കാരണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.